Parle Fab in yummy chocolate and vanilla crème. കാട്ട്കർ മാഡം സാധനങ്ങൾ വാങ്ങാൻ വലിയൊരു ലിസ്റ്റ് തന്നിരിക്കുകയാണ്. വാ നമുക്ക് ഉടൻ തന്നെ തുടങ്ങാം. അല്ല ഇപ്പൊ ഞാനെന്താ ചെയ്യണ്ടേ? മാഡം പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ആരെങ്കിലും ഒരാളെങ്കിലും സഹായിക്കണമെന്ന്. ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടനെ സഹായിക്കാൻ വേണ്ടിട്ട് ഞാനും കൂടാം. ഒരാളൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ചേട്ടാ താങ്ക്സ് പറയുന്നത്? എന്റെ അമ്മച്ചി, സോറി ചേട്ടാ. എന്റെ അമ്മച്ചി, ഐ ആം റിയലി അയ്യോ സോറി. അയ്യോ വീണ്ടും സോറി ചേട്ടാ. വെറുതെ ദേഷ്യം കൂടി തലക്ക് ചൂട് പിടിപ്പിക്കണ്ട, അല്ലെന്നുണ്ടെങ്കിൽ തലയിൽ വീഴുന്ന മുട്ടയൊക്കെ ഓംലെറ്റ് ആയിട്ട് മാറും. എന്റെ അമ്മച്ചി ഓടിക്കോ. ഇതിനേക്കാളും ബെറ്റർ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ പോയി സഹായിക്കുന്നതായിരിക്കും. കൊള്ളാം, പോക്കറ്റ് മണി കൊണ്ട് എന്തായാലും ഒരു ബാറ്റ് വാങ്ങാം. പിന്നെതാ ഈ ബോളും. അത് ശരി, നിങ്ങൾ ഇവിടെ ആയിരുന്നോ? വലിയ നീ എവിടെയായിരുന്നു? ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാ. ഞാൻ അവിടെ ഒരു പാവം ചേട്ടനെ സഹായിക്കുമായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് പുണ്യം കിട്ടും. ഞാനൊരു ട്രോളിയും കൊണ്ടുവരാം സാധനങ്ങൾ എടുക്കാനായിട്ട്. ആ ഇതായിരിക്കുന്ന ട്രോളി, അതും കൊണ്ടങ്ങ് പോയോ. എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാനായിട്ടേ സത്യത്തിൽ ഒരുപാട് ഇഷ്ടമാണ് കൊച്ചലിയ. ഇനിയിപ്പോ ഈ പോയതെങ്ങാനും ആണോ നീ നേരത്തെ സഹായിച്ചു എന്ന് പറഞ്ഞ ആ മഹത് വ്യക്തി? സംശയമുണ്ടോ? വളരെ ശരിയാണ്. രക്ഷപ്പെട്ടു. ഇതാണോ നിങ്ങളുടെ സാധനങ്ങള്? ഞാൻ ആട്ടയും എടുത്തായിരുന്നല്ലോ. താങ്കൾക്കൊന്നും പറ്റിയില്ലല്ലോ. ഇതെന്റെയാ. പേര് ജാക്കി, ജോലി ജോക്കി, വീട് ഫ്രീക്ക്, സ്ഥലം നോക്കി, വീട്ടിലിനി ചൂല് മാത്രം ബാക്കി. നോക്ക്, ലോകത്തിൽ ആദ്യമായി ചേലുള്ള ചൂലുണ്ടാക്കിയത് സൗത്ത് ആഫ്രിക്കയിലെ ചെന്തങ്ങുകളിൽ നിന്നാണ്. ചൂലുകളെ കുറിച്ച് ചിന്തിച്ച ചന്തമേറിയ നിമിഷങ്ങളായിരുന്നു അത്. സത്യത്തിൽ നിങ്ങൾക്ക് ഈ ചൂലിനെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ഇത് എന്റെയാണ്. ചൂലിനെ കുറിച്ച് എത്ര ചിന്തിച്ചാലും ഒരു ചുക്കും മനസ്സിലാതെ നിങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ചൂല് കൊണ്ട് ചുറ്റുമെന്ന് ചുറ്റി കറങ്ങും ഞാൻ. ഇയാളത് എന്ത് മനുഷ്യനാ? ഈ പെയിന്റിംഗ് കൊള്ളാലോ, എന്നാൽ ഇതങ്ങ് എടുത്തേക്കാം. എന്റെ പെയിന്റിംഗ് കൊണ്ട് താനങ്ങോട്ടാ പോകുന്നതാ. ഏതാ തന്റെ പെയിന്റിംഗ്? ഇത് എന്റെ പെയിന്റിംഗ് ആണ്. തനിക്കെന്താ വട്ടാണോ? അതെങ്ങനെയാ തന്റെ പെയിന്റിംഗ് ആവുന്നത്? നോക്ക്, വർഷങ്ങൾക്ക് മുമ്പ് നിറങ്ങൾ കൊണ്ട് ഹോളി ആഘോഷിച്ചിരുന്നു. അന്ന് ലുക്കുഷ ടാബോയിൽ വലിയൊരു പാർട്ടി നടന്നു. എല്ലാവർക്കും ഫ്രീ ആയി വൈഫൈ പാസ്വേഡ് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മുടെ രാജ്യത്ത് മെട്രോ സിറ്റിയും മെട്രോ മനോരമയും കോവിഡ് കൊറോണയും ഒക്കെ വന്നു. ഇതിന്റെ അർത്ഥം എന്തുവാ? ഇയാൾ ഈ ഡയറിയിൽ എന്താ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നേ? അതിനർത്ഥം ഇത് എന്റേതാണെന്നാ. അല്ല, ഇവൻ കള്ളനാണോ? അറിയില്ല, വാ അവന്റെ പുറകെ പോകാം. Splash, slide, swim, glide. Feel the fun of Fab ride. Feel the Fab. Parle Fab in yummy chocolate and vanilla crème. വീട് വെച്ച് കൂടിടും, കൂട് വെച്ച് പോയിടും, പോത്ത് പോലെ പാഞ്ഞിടും. ഇത് എന്റേതാണ്. ഇതും എന്റേതാണ്, ഇതും എന്റേതാണ്, ഇതും ഇതെല്ലാം എന്റേതാണ്. ഇതും എന്റേതാണ്. അയ്യോ, ഇത് നിങ്ങളുടേതാണ്. ഒരാൾ എല്ലാവരുടെയും സാധനങ്ങൾ എടുത്ത് പുറത്തു പോവുകയാണ്. പിടിക്കയാളെ.
ഹലോ ഹലോ എല്ലാ സെക്യൂരിറ്റി ഗാർഡ്സും അയാൾ വരുന്നത് എക്സിറ്റ് ഗേറ്റ് നമ്പർ 1 അടുത്തേക്കാണ്. നിക്ക്. ഹലോ, ഏത് എക്സിറ്റ് ആണ്? അതൊന്നും അറിയില്ല. ഈ ട്രക്ക് എന്റേതാണ്. ഇറങ്ങ്. ഞങ്ങൾക്ക് എന്താ വേണ്ടതാ? അയ്യോ, അയ്യോ എന്റെ വെജിറ്റബിൾസ് കൊണ്ടുപോയി. അയ്യോ എന്റെ സാധനങ്ങൾ കൊണ്ടുപോയി. എന്റെ ജോലി പോയേ. അതെങ്ങനെയാ? അയ്യോ, ഞാൻ ഈ മാളിന്റെ സെക്യൂരിറ്റി ഇൻചാർജ് ആണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടായ എന്റെ ജോലി പോകില്ലേ? അയ്യോ എന്റെ വെപ്പ് പോലും അയാൾ കൊണ്ടുപോയി. ഇനി ഞാൻ എങ്ങനെയാ ഹൊറർ ഫിലിംസ് കാണുക? അത് കണ്ടുകൊണ്ടല്ലേ കാണുന്നത്. പക്ഷെ പേടിപ്പിക്കുന്ന സീനുകൾ വരുമ്പോ പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാറുണ്ട്. ഇനി അതെങ്ങനെ ചെയ്യും? നിങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം. അങ്ങനെ ആരെങ്കിലും നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പോകാം കൂട്ടുകാരെ, പോകാം. വീട്ടിനുള്ളിൽ കൂടിടും, കൂട് കെട്ടി ഓടിടും. ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും എന്റേതാണ്. അയ്യോ, എന്റെ കരിക്ക്. അയ്യോ എന്റെ ബെഡ്. ദേ പോകുന്നു. അതും എന്റേതാണ്. അയ്യോ എന്റെ പ്രതിമ. അല്ല, എന്റെ ഭാരവണ്ടിക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഭാരം ഇല്ലാണ്ടായത്? അയ്യോ, ഹണി, നീ അയാളോട് സംസാരിക്ക്. ഹലോ ചേട്ടാ, ഹൗ ആർ യു? ഹൗ ഈസ് ലൈഫ് ഗോയിങ്? ഓൾ ഗുഡ്? അയ്യോ, നീ ഹണിയാണെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ജോർദാറെ, നീ വണ്ടി ഓടിക്ക്. ദേ നോക്ക്, താൻ ആരാണെങ്കിലും ഇപ്പൊ തന്നെ തിരിച്ചു പോയി ആൾക്കാരുടെ സാധനങ്ങൾ തിരിച്ചു കൊടുക്ക്. ഞങ്ങൾ നാട്ടുകാരുടെ ക്ഷമ പരീക്ഷിക്കരുത്, പിന്നെ തന്റെ കാര്യം പോക്കാവും. അയ്യോ, ഇത് എന്റെയാണല്ലോ. ഓടി വന്ന് കട്ടെടുത്ത് പോയിടും. വീട്ടിൽ നിന്ന് കൂടിടും, കൂട് വിട്ട് പോയിടും. പോത്ത് പോലെ പാഞ്ഞിടും, കട്ട് കൊണ്ട് പോയിടും. എടാ പെരുങ്കള്ള, ഞങ്ങളുടെ ഇടി കൊണ്ടതിന്റെ മുത്തശ്ശിയെ പോലെ നിനക്ക് ഓർമ്മ വരും. എന്ത് വില കൊടുക്കുന്നതാണെങ്കിലും അയാളെ തടഞ്ഞേ മതിയാവും. നമുക്ക് എങ്ങനെയെങ്കിലും ആ കയറി കയറി പിടിക്കണം. വേണ്ട വേണ്ട, അയ്യോ, ഇയാളെ പിടിക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലും പണി ഉപയോഗിക്കണം. ഐഡിയ. എടാ പോകട്ടെ, ABCDയില് LMന് ശേഷം എന്താ വരുന്നേ? ശേഷം വരുന്നത് ഓ. കൂട്ടുകാരെ, എല്ലാവരും അവരുടെ സീറ്റ് ബെൽറ്റ് വേഗം ഇട്ടോ. ഇന്ധനം നിറച്ചു കഴിഞ്ഞു. ഇനി റോക്കറ്റ് പോകുന്നത് കണ്ടോ? അയ്യോ, യുവമാരെങ്ങനെ എവിടെ എത്തിയത്? വണ്ടി നിർത്തും. ഇതെല്ലാം എന്റെയാണ്. താൻ കാരണം എനിക്ക് എന്തുമാത്രം മുളക് കഴിക്കേണ്ടി വന്നറിയോ? ആ തെറ്റിന് തനിക്കൊരു ശിക്ഷ തരും ഞാൻ. തയ്യാറാണോ? അയ്യോ, എന്നെ വെറുതെ വിടണേ. ദേ നോക്ക്, നിന്റെ കളികളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. മര്യാദയ്ക്ക് കീഴടങ്ങ്. അതിന് നമ്മൾ എപ്പോഴാ കൊച്ചലിയെ കളിച്ചത്? നമ്മൾ ഇയാളെ ഫോളോ ചെയ്യായിരുന്നില്ലേ? വലിയളിയ, ഒന്നും മിണ്ടാതിരി. നീ ആരാണ്? നീ എന്തിനാണ് എല്ലാവരും സാധനങ്ങൾ മോഷ്ടിക്കുന്നത്? ദാ നോക്ക്, എന്റെ പേരാണ് ജാക്കി, ജോലിയാണ് ജോക്കി. വീട്ടിൽ ഇന്ന് കൂടിടും, കൂട് വിട്ട് പോയിടും, പോത്ത് പോലെ പാഞ്ഞിടും. താൻ ഓരോ സ്ഥലത്തേക്ക് പാഞ്ഞു പോകുമ്പോ കൂടെ കൊണ്ടുപോകുന്നത് കട്ട മുതലാണ്. അതായത് ഈ സാധനങ്ങൾ നിങ്ങളുടേതല്ല, മറ്റാരുടേതാണ്. ഇനി ഇത് ആരുടെയല്ല, എന്റേത് മാത്രമാണ്. എനിക്ക് എന്തെല്ലാം ഇഷ്ടപ്പെടുന്നു അതെല്ലാം എന്റേതായി മാറും. വീട്ടിൽ നിന്ന് കൂടിടും, കൂട് വിട്ട് പോയിടും, പോത്ത് പോലെ പാഞ്ഞിടും. എന്ത് കോപ്രായം കാണിച്ചാലും തന്നെ ഞങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. കൂട്ടുകാരെ, ഇയാളെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. നിങ്ങൾ എന്നെ പാഠം പഠിപ്പിക്കുന്നതാണോ? നിങ്ങൾക്ക് എന്നെ അറിയില്ല. എന്റെ പേരാണ് ജാക്കി, ജോലിയാണ്
പേരാണ് ജോക്കി. അയ്യോ അധികം തിരിച്ചുതാ, അത് എന്റെയാണ്, അധികം തിരിച്ചുതാ. അതെനിക്ക് 1937 ഇവിടുന്ന് ഇംഗ്ലീഷുകാർ പോകുന്നതിന് മുമ്പ് 20-ാം തീയതി 2ാമത്തെ മാസത്തിൽ കിട്ടിയതാണ്. അയ്യോ അത് പേനയല്ല, അത് എന്റെയാണ്, അതെനിക്ക് തിരിച്ചുതാ. അതെന്റെ പ്രിയപ്പെട്ട പേനയാണ്. ആ പേനതാ, അതുകൊണ്ട് ഞാൻ ഒരുപാട് ഇമ്പോർട്ടന്റ് എഴുതിയിട്ടുണ്ട്. അത് ശരി, എന്താണോ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത്? അതാണോ? ഞാൻ പറയാം. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ദാ അടുത്ത കഴുതയും വന്നു. ദൈവത്തോർത്ത് അതെനിക്ക് തരണം. ആ പേന എനിക്ക് പ്രിയപ്പെട്ടതാണ്. അയ്യോ ആ ഡയറി എനിക്ക് തിരിച്ചു വേണം. അതെന്റെ ജീവനെ പോലെയാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. പ്ലീസ് തരൂ. ആ ഡയറി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ദൈവത്തോർത്ത് എന്റെ സാധനങ്ങൾ തിരിച്ചു തരണം പ്ലീസ്. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. ഇപ്പൊ കിട്ടിയ അനുഭവം തന്റെ സാധനം കയ്യിൽ നിന്ന് പോയപ്പോ വേദനിച്ചു അല്ലേ? അപ്പൊ പിന്നെ താൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങൾ മോഷ്ടിച്ചു എന്ന് ആർക്കറിയാം? ദാ, എന്നോട് ക്ഷമിക്കണേ. എന്റെ കണ്ണിൽ കാണുന്ന ഇഷ്ടപ്പെടുന്ന എന്ത് സാധനങ്ങളും എന്റെ സ്വന്തമാണെന്ന് തോന്നലുണ്ടായിരുന്നു എനിക്ക്. അത് മറ്റാരുടെ അല്ലെന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി ഞാൻ എന്തുമാത്രം വലിയ തെറ്റാണ് ചെയ്തതെന്ന്. എന്നോട് ക്ഷമിക്കണേ. എങ്കിൽ ശരി, എന്നാ നിങ്ങൾ വാക്കുതാ, ഇനി ആരുടെ കയ്യിൽ നിന്ന് മോഷ്ടിക്കില്ല എന്ന്. അഥവാ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ചോദിച്ചു വാങ്ങണം, തട്ടിയെടുക്കരുത്. ഞാനിത് വാക്ക് തരുന്നു. ഇനി മുതൽ ഒന്നും എന്റേതല്ല. എന്തായാലും മനസ്സ് മാറിയല്ലോ. പക്ഷേ ഇതെന്റേത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് വാക്കോ? അയ്യോ ഈ മോമെന്റ് എന്റെയാണെന്നാ പറഞ്ഞേ. വാട്ട് എ മോമെന്റ്. ഇനി നമ്മളെല്ലാം കൂട്ടുകാരാണ്. പ്ലീസ് ഗിവ് മീ എ ഹഗ്.